1999 ജൂൺ 13 രാത്രി 11 മണിയോടുകൂടി മധ്യപ്രദേശിലെ ഗോളിയോർ എയർബേസിൽ അത്യന്തം രഹസ്യമായ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ വ്യോമതാവളത്തിൽ സാധാരണയല്ലാത്ത ഉണർവായിരുന്നു ആ രാത്രിയിൽ. കമാൻഡിംഗ് ഓഫീസറുടെ അനുമതി ലഭിച്ചയുടൻ തന്നെ കൺട്രോൾ ടവറിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് 9 മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഒരുമിച്ചുയർന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണയുള്ള ഫ്യുവൽ ടാങ്കുകൾക്ക് പകരം ഇവയുടെ അടിയിൽ ഘടിപ്പിച്ചിരുന്നത് വൻ ആണവ ബോംബുകളുടെ ഡമ്മി മോഡലുകളായിരുന്നു. ആകാശം കീറിയിറങ്ങി പടിഞ്ഞാറോട്ട് പറന്ന ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ആണവാക്രമണ അഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു. കാർഗിൽ യുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ പാകിസ്ഥാൻ മുഴക്കുന്ന ആണവ ഭീകരതയ്ക്കെതിരെ ന്യൂഡൽഹി നടത്തിയ മറുപടി നീക്കം തന്നെയായിരുന്നു ഇത്. അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് പിന്നീട് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ വാർത്തയാണിത്. ഈ രഹസ്യ എക്സസൈസിന് നൽകിയ കോഡ് നാമം ഓപ്പറേഷൻ 6 എന്നായിരുന്നു. ഇത് വെറുമൊരു അഭ്യാസമല്ലായിരുന്നു. പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യ ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മറുപടി നൽകും എന്നതിൻ്റെ തത്സമയ പരിശീലനമായിരുന്നു അത്. അതിന് പിന്നിലെ പശ്ചാത്തലം പരിശോധിച്ചാൽ 1999 മെയ് മാസത്തിൽ പാകിസ്ഥാൻ സൈന്യവും അവരുടെ സഹായികളായ മുജാഹിദീൻ പോരാളികളും കാശ്മീരിലെ കാർഗിൽ മലനിരകളിൽ നുഴഞ്ഞു കയറി. അതോടെ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. വളരെ കഠിനമായ പർവ്വത സാഹചര്യങ്ങളിലായിരുന്നു ആ പോരാട്ടം. ഇന്ത്യ കാശ്മീർ മലനിരകൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാൻ മുമ്പേ തന്നെ ഒരുക്കിയിരിക്കുന്ന സപ്ലൈ ലൈനുകളും ബങ്കറുകളും ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടിയാണ് നടത്തിയതെന്ന് ചരിത്രം പറയുന്നു. പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ അതിവേഗം ഉണർത്തി. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു. യുദ്ധം പരിമിതമായി തുടരുന്നത് പ്രായോഗികമാണോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാകണോ എന്നതാണ് ചർച്ചയായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സേനകളെ ഹൈ അലർട്ടിൽ വയ്ക്കാനും ആവശ്യമെങ്കിൽ പൂർണ്ണ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനും തീരുമാനമായി. ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ 6 രൂപം കൊണ്ടത്. ഭൂസേന, നാവികസേന, വ്യോമസേന എന്നിവർ ചേർന്ന് പാകിസ്ഥാനെതിരെ അത്യന്തം രഹസ്യമായ ഒരു തിരിച്ചടിക്ക് തയ്യാറാകുകയായിരുന്നു. അതിനായി ആണവായുധങ്ങളുടെ പ്രവർത്തന സജ്ജീകരണവും ആരംഭിച്ചു. മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ സൂക്ഷിച്ചിരുന്ന ആണവ വാർഹെഡുകൾ രഹസ്യമായി സൈനിക താവളങ്ങളിലേക്ക് മാറ്റി. അവയിൽ ചിലത് കരസേനയുടെ അഗ്നി മിസൈലുകളിലും മറ്റൊന്ന് വ്യോമസേനയുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിച്ചു. അതിനാൽ ഏത് മണിക്കൂറിലും ഒരു ആണവ പ്രഹരം നടത്താൻ ഇന്ത്യ പൂർണ്ണമായി തയ്യാറായിരുന്നു. ഈ നീക്കങ്ങൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് മറച്ചുവെക്കാനായില്ല. CIA വഴി വിവരം കിട്ടിയപ്പോൾ വാഷിംഗ്ടൺ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ദക്ഷിണേഷ്യയെ ആണവയുദ്ധത്തിൻ്റെ വക്കിൽ എത്തിക്കാനിടയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അതേ തുടർന്ന് അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ പാകിസ്ഥാൻ കാർഗിൽ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ സമ്മതിക്കുകയും യുദ്ധം ക്രമേണ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ആ ആണവ നീക്കങ്ങൾ യഥാർത്ഥ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടാതെ നിന്നുവെങ്കിലും ലോകത്തിന് അത് വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു. ഇന്ത്യയുടെ ആണവശക്തി വെറും പ്രതിരോധത്തിന് മാത്രമല്ല, ആവശ്യമായാൽ അടിയന്തരമായി പ്രയോഗിക്കാനുള്ള ശക്തിയും മനസ്സുമുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. കാർഗിൽ യുദ്ധത്തിന് പിന്നിലെ ഈ രഹസ്യമായ ആണവകഥ ഇന്ത്യയുടെ സുരക്ഷാ നയങ്ങളുടെയും ധൈര്യത്തിൻ്റെയും മറയിൽ മറഞ്ഞെടുക്കുന്ന ഒരു അധ്യായമാണ്. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.